ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ദാ നല്ല മഴക്കാലം തുടങ്ങി. നമ്മളിന്ന് സാറ്റർഡേ ആയിട്ട് ഒരു അമ്പലത്തിലൊക്കെ രാവിലെ പോയി. ജസ്റ്റ് ഇത് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ് കേട്ടോ. അവിടെ ഇപ്പോൾ മഴയായിട്ട് പുല്ലും ചെടിയൊക്കെ വളർന്നിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇവിടെ മഴ നല്ല അടിപൊളിയായിട്ട് തുടങ്ങി. മൺസൂൺ നല്ല ഇപ്രാവശ്യം വളരെ നേരത്തെയാണ്, അതുകൊണ്ട് നല്ല രസമുണ്ട്. അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നാട്ടിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. നാട്ടിൽ ഇടയ്ക്ക് മഴയുണ്ട്, ഇടയ്ക്ക് ഭയങ്കര മഴയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. മിത്തുക്കുട്ടി വന്നിട്ടില്ല. മിത്തുക്കുട്ടി ഇന്നൊരു സാറ്റർഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല ലേറ്റായിട്ട് കിടന്നു. അപ്പോൾ കിടന്നുറങ്ങുകയാണ്. ഞാൻ രമേശേട്ടനും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ചുമ്മാതെ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഒന്ന് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ അവിടെയുള്ള ബാൽക്കണിയാണോ എന്ന്. കണ്ടോ, ഇവിടെ നല്ല വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മലയുടെ വാട്ടർഫോൾസും അതേപോലെ തന്നെ ഈ മെട്രോ ഒക്കെയാണ്. അപ്പം നമ്മുടെ ഇത് ഫ്ലോറിൽ ഉണ്ടാവുന്ന ടെറസ് പോലെയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലല്ല, പുറത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോകാനോ അങ്ങനെ നിൽക്കാനോ സമയം കിട്ടാറില്ല. ഇന്ന് മഴക്കാറ് കണ്ടപ്പോൾ എനിക്കൊരു കൊതി, അവിടെ കുറച്ച് നേരം പോയിരിക്കണം എന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ആഹാ, ഇതെന്താ നീ ദേവലോകത്ത് നടന്നു വരുന്ന പോലെ ഉണ്ടല്ലോ ആവിയുടെ ഉള്ളിൽ കൂടെ. പുക അല്ലേ? ഈ പുക എന്താ അറിയോ, തൊടാൻ പറ്റില്ല. മുട്ട വേവിക്കാൻ വെച്ചതാണ്. അമ്പലത്തിൽ പോയി വന്നു. നമ്മൾ എന്താ പറയുക, ഇന്ന് ഇടിയപ്പം മുട്ടക്കറി. കുറേ ദിവസമായി ഇടിയപ്പം മുട്ടക്കറി. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ്. റാഗിയുടെ ഇടിയപ്പമാണ്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഭയങ്കര ഹെൽത്തി ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റാഗി ഇടിയപ്പം ആൻഡ് മുട്ട റോസ്റ്റ്. റാഗി ഫ്ലോർ വാങ്ങുകയാണ് കേട്ടോ ചെയ്ത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ 1 കപ്പിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കുഴച്ചെടുക്കുക സാധാരണ പോലെ. പക്ഷെ അത് നാളികേരല്ലേ അപ്പം നോക്കുമ്പോൾ. ഇപ്പം അത് വാങ്ങാൻ വയ്യ, പുറത്ത് പോയതാ. ഈ കിച്ചണിൽ കുറെ നിയമങ്ങളുണ്ട്. ഉള്ളി തോല് തുറക്കുമ്പോ അല്ലെങ്കിൽ കഷ്ണം തുറക്കുമ്പോ ഒരു പ്ലേറ്റ് വെക്കണം. അത്രേ ഉള്ളൂ. അത് തുറക്കുമ്പോ ഇങ്ങനെ നിലത്തിടും. കൗണ്ടർ ടോപ്പില് തോലും ഇതൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ജയിച്ചു പോകാം. അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാ കിച്ചണിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ നിയമങ്ങള്. അതുകൊണ്ട് അതൊക്കെ വൃത്തിയായി പോകുന്നു. നിന്റെ വേറെ എന്തൊക്കെ കിച്ചണിന്റെ നിയമങ്ങള്? കിച്ചണിൽ നിയമം വരുന്നില്ല. കിച്ചൺ കുറച്ച് വൃത്തിയാക്കി വെക്കണം, അത് മാത്രമേ ഉള്ളൂ. മറ്റു വൃത്തിയാക്കി വെക്കണം, കാരണം ഭക്ഷണം പോലും ഉണ്ടാക്കാതിരിക്കുക. അപ്പം എപ്പോഴും വൃത്തിയായി കാണുമല്ലോ. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഡേഞ്ചർ കത്തിയായിട്ട്, ഭയങ്കര മൂർച്ച. അതിൽ മറ്റേ കത്തി വെച്ചിട്ട് ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ ചെയ്തു. കൈയായിട്ട് ചെയ്തപ്പോൾ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഉടനെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫുള്ള് വീഴാൻ നോക്കുമ്പോൾ എന്താ ഓൾമോസ്റ്റ് ഒരു കഷ്ണം പോലെ പോയി. ഈ കത്തി ഭയങ്കര മോശം. അതിങ്ങനെ വെറുതെ വെച്ചിട്ട് ചെയ്യണം. ഞാൻ പക്ഷെ ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു വേദന വന്നു. പക്ഷെ പിന്നെ ഒന്നും മനസ്സിലായില്ല. നോക്കുമ്പോൾ അത് ഭയങ്കര ആഴത്തിൽ ഇതാണ്ട്. പക്ഷെ ഇതൊക്കെ അടിപൊളിയാണ്. ചിക്കനും ഫിഷൊക്കെ വെട്ടാനുണ്ടാവും. ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും കൂടി തകൃതിയായി നോക്കുകയാണ്. കാരണം വീക്കെൻഡ്സ് എപ്പോഴും പറയണ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ലഞ്ചിൻ്റെ ടൈമിലായിരിക്കും, ലഞ്ചാണെങ്കിൽ ഈവനിങ് ആയിരിക്കും എന്നുള്ള അവസ്ഥയാണ്. കാരണം നേരത്തെ എണീറ്റാൽ ഒന്നെങ്കിൽ ജിമ്മിൽ പോയി വരാൻ 10 മണിയാവും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വരാൻ 10 മണിയാവും, അല്ലെങ്കിൽ എഴുന്നേക്കാൻ തന്നെ 10 മണിയാവും. ഇത് ഞാനിങ്ങനെ കാണിക്കാനുള്ള കാരണം കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇതുപോലെ സിപ്പ് ലോക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒന്ന് റാഗി ഇടിയപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നോർമൽ നമ്മുടെ സാധാ ഇടിയപ്പം പോലെ തന്നെ ചെയ്താൽ മതി. ചൂടുവെള്ളം വേണം അങ്ങനെയൊന്നുമില്ല. റാഗി പൗഡർ വെച്ചിട്ട്, റാഗി പൗഡറാണ് ഞാൻ എടുത്തത്, അല്ലാതെ വാങ്ങിയിട്ട് പൊടിക്കുക അങ്ങനെയൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു സംഭവം ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോഴേക്കും രമേശേട്ടനോട് ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി ഒത്തുപിടിച്ചില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മുടെ റാഗി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാൽ അരച്ചിട്ടുള്ള, അല്ല തേങ്ങാപ്പാൽ പാർന്നിട്ടുള്ള മുട്ട റോസ്റ്റാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ റാഗിയുടെ ഒരു ചോക്ലേറ്റിന് മണം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. റാഗിയുടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇടിയപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര ഈസിയാണ്. കാരണം എനിക്ക് ഇടിയപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വെച്ചു. കാരണം നല്ല ഹെൽത്തി വേർഷൻ ആണല്ലോ. പക്ഷേ ഇതിൽ നാളികേരം ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക്. പൊതുവേ ഇടിയപ്പത്തിൽ നൂൽപുട്ട് എന്നാണ് നമ്മൾ പറയുക. ഞാൻ എന്താ ഇടിയപ്പം എന്നൊക്കെ പറയണം. ഇടിയപ്പം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ നാളികേരം ഇടുമ്പോൾ ആണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് നൂൽപുട്ടിന് ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് റാഗിയൊക്കെ ആകുമ്പോൾ ഒരു വേറൊരു ഇതല്ല. അപ്പോൾ നാളികേരം ശരിക്കും വേണം, പക്ഷേ സാരില്ല, തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ കോക്കനട്ട് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്ത്. ഭയങ്കര ഈസിയാണ്. പണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരുന്നു തേങ്ങ നാളികേരം പിഴിഞ്ഞിട്ടുള്ള പരിപാടി. പക്ഷെ എനിക്ക് ഈ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതായത് മിൽക്ക് പൗഡർ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുള്ളത്, അത് അത്ര എപ്പോഴും പെർഫെക്ഷൻ ഇതിനൊക്കെ അടിപൊളിയാണ്. പായസം ഉണ്ടാക്കാനൊന്നും അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, പലതിൻ്റെയും നല്ല കോക്കനട്ട് മിൽക്ക്, ഡാബർ നല്ലതാണ്, വേറെ 1-2 കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പരിപ്രഥമനും അടപ്രഥമനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. കാരണം ശരിക്കും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ അതല്ലല്ലോ, എന്തായാലും തേങ്ങാപ്പാൽ പിഴിയുന്ന ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന്. ഇല്ല, ശരിക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന അതേ ടേസ്റ്റ്, ഒരു വ്യത്യാസമില്ല. അറിയാത്തവർക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല ഇത് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. കാരണം ഇത് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മറ്റേത് എന്താ വെച്ചാൽ 3-4 തേങ്ങ രംശമായിട്ട് ചിരകണം, പിഴിയണം, നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പായസം ഉണ്ടാക്കാനുള്ള ഫീലൊന്നും ഉണ്ടാവില്ല, ഇത്രയും പണിയെടുക്കേണ്ടത് വെച്ച്. പക്ഷേ ഇത് ഇങ്ങനത്തെ പാല് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയുന്നവരായിരിക്കും അധികം, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ പറയാൻ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് പായസം ലാസ്റ്റ് തമ്പാല്, അതായത് 1-ാം പാല് നമ്മൾ തന്നെ നാളികേരം പിഴിഞ്ഞിട്ട് ഒഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ 1-ാം പാല് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ ഈ തേങ്ങാപ്പാൽ എന്താ വെച്ചാൽ ഭയങ്കര കട്ടി, അപ്പോൾ 1-ാം പാലിൻ്റെ അതേ ഒരു കട്ടി തന്നെ ഉണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങാനും നമുക്കങ്ങനെ യൂസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ഒന്നും ചെയ്താൽ മതി. പക്ഷേ പെർഫെക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിനൊക്കെ. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റ്യൂ ഉണ്ടല്ലോ, വെജിറ്റബിൾ സ്റ്റ്യൂ, അത് നിങ്ങൾ ഇങ്ങനത്തെ ഈ മിൽക്ക് വെച്ചിട്ട്, കോക്കനട്ട് മിൽക്ക് വാങ്ങുന്നത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. വേറെ തന്നെ ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുക. ശരിക്കും നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടല്ലോ, കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പാല് നമ്മൾ തന്നെ തേങ്ങ ചിരകിയിട്ട് പാല് പിഴിയേണ്ട ആവശ്യമില്ല. ഈ മിൽക്ക് ഉണ്ടെങ്കിൽ ശരിക്കും ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്റ്റ്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു മുട്ടക്കറി അതെ, അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണെന്ന് പറയാം. കാരണം നമ്മൾ എന്നും തേങ്ങാപ്പാൽ അരയ്ക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ല. ഞാനൊക്കെ വല്ലപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്ത് ഈ സ്റ്റ്യൂ മുട്ടക്കറിക്ക്. അല്ലെങ്കിൽ ഞാൻ വെറും മുട്ട ഇങ്ങനെ ചുമ്മാ റോസ്റ്റ് ചെയ്ത് എടുക്കുകയുള്ളൂ, തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ നമുക്ക് വല്ലപ്പോഴും ഭയങ്കര വിഭവസമൃദ്ധമായി അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല കിടിലനായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ സ്റ്റ്യൂവും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മിൽക്ക്, ഇങ്ങനെ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ നല്ല ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാം. വീട്ടിലെ പോലെ ഒരു കഞ്ഞിയും ഒരു പച്ചമുളകിന്റെ കഷ്ണം. അല്ല, ഒരു കയ്യില് വേണം ഇങ്ങനെ ഉണ്ടാക്കിയ സൗണ്ട്. അപ്പൊ എല്ലാവരും ഓടി വരും ഭക്ഷണം കഴിക്കാൻ. ഉള്ളിൽ നിന്ന് ഉൾവിളി വന്നു. പക്ഷെ ഉൾവിളി വരുമ്പോഴും വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മിത്തുള്ള പറയാം ദൈവമേ. പക്ഷെ വിത്തിന് നല്ല ശീലായി അത് അല്ല വിത്തുസേ? വിശന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാണ്ടത്. പക്ഷെ വിത്തിന് നല്ല ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് ആരോടെ വിത്ത് പറഞ്ഞത്, ബാംഗ്ലൂര് കുഴപ്പമില്ല ചെറിയച്ഛൻ്റെ കൂടെ പോയപ്പോ അവര് ചെന്തോടെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ മിത്തുവിന്റെ അത്ഭുതം. കാരണം സാധാരണ നമ്മൾ കഴിക്കായിരുന്നു 1 മണിക്കൂറായിട്ടാ കഴിക്കുക. കാരണം എന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കലേ. അപ്പൊ മിത്തു ചോദിക്കത്രേ ഇത്ര പെട്ടെന്ന് നിങ്ങൾ കഴിക്കുകയുള്ളൂ. കാരണം അവൾക്ക് ശീലമായി വെയിറ്റ് ചെയ്തിരുന്നിട്ടേ അവളത് പറഞ്ഞു വന്നിട്ട്. അപ്പോൾ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയ കാരണം പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല. നോർമലി വീക്കെൻഡ്സ് ഫുള്ള് നമ്മളെപ്പോഴും ചിക്കനോ ഫിഷോ ഉറപ്പായിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ദാൽ കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി എനിക്ക് പണ്ട് അത്ര ഇഷ്ടമെന്നുള്ള സംഭവമായിരുന്നില്ല കേട്ടോ ഈ ദാൽ കിച്ചടി. പക്ഷേ ഭഗത് താരാചന്ദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ ആസ് യൂഷ്വലി ഇത് തന്നെ പണി നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഉള്ളി നുറുക്കൽ. നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു സാധനം ഒരാൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കൊണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഉള്ളി ഭയങ്കര നൈസായിട്ടായിരിക്കും. അപ്പോൾ പിന്നെ എനിക്കത് എത്ര ചെയ്താലും എനിക്കത് ചെയ്യാൻ തോന്നില്ല ആ സമയം. അപ്പോൾ ഞാൻ രമേശേട്ടനെ വിളിക്കും. ഇത് വെറും സാറ്റർഡേ സൺഡേ മാത്രം നടക്കുന്ന പരിപാടിയാണ്. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ തന്നെ ചെയ്യുക. കാരണം മൺഡേ ടു ഫ്രൈഡേ രമേശേട്ടന് കിട്ടില്ല. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറയാറുണ്ട് തുണി മടക്കി വെക്കേണ്ട ഡ്യൂട്ടി ഹസ്ബൻഡിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് സാറ്റർഡേ സൺഡേ ആയാൽ പോലും തുണി മടക്കി വെക്കുക എന്നുള്ളത് അവൾക്കത് ചെയ്യാൻ പറ്റാത്ത പോലെയാവും. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാൻ ഈ ഉള്ളി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നാളികേരം ചിരക അപ്പം രമേശേട്ടനെ വിളിക്കും. അതെനിക്ക് ഞാനോട് ഏൽപ്പിച്ച് കഴിഞ്ഞൊരു സംഭവമാണ്. ദേ ദാൽ കിച്ചടി റെഡി. ഒരാളിവിടെ ഈവനിങ് ചായക്ക് പകരം എന്താണ് കഴിക്കുന്നത്? ഗ്രീക്ക് യോഗർട്ട്. ഇത് ദാൽ കിച്ചടി ആയതുകൊണ്ടേ പെട്ടെന്ന് വിശന്നു തോന്നുന്നല്ലേ. രമേശേട്ടന് ഭയങ്കര ഇഷ്ടം. ആക്ച്വലി ആ ഭഗത് താരാചന്ദിൻ്റെ അത്ര വന്നില്ല, പക്ഷെ എന്നാലും അടിപൊളിയായി വന്നു.
അപ്പോൾ അവരുടെ എന്താ വെച്ചാൽ നല്ല നല്ല നെയ്യിലെ അങ്ങോട്ട് കുളിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. രമേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഭഗത്താര ചന്ദ്ര ദാൽ കിച്ചടി. ഇത് അടിപൊളിയാ അല്ലേ? ഫ്ലേവേർഡ് ഗ്രീക്ക് യോഗട്ട്. ഇത് ഏതിൻ്റെ? ഇത് എപ്പിഗാമ അങ്ങനെ തന്നെ പറയുന്നു. അതിൻ്റെ കേട്ടോ നല്ലത്, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത്. കമ്മിയുണ്ട്. മിൽക്കി മിസ്റ്റ് ഒന്നും അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇവരുടെ കുറച്ചും കൂടെ നല്ലതാണ്. ഇതേതാ? ബ്ലൂബെറി. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടേക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് രമേശേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഇടനേരത്ത് കഴിക്കും. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് മാംഗോ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ മാംഗോ ഇടൂ. ഇതിലൊരു കോമ്പിനേഷൻ അതെ രമേശേട്ടന്റെ ഫ്രണ്ട് പറഞ്ഞതാ. മ്യൂസെല്ലി ഇല്ലേ, ജസ്റ്റ് ഒരു ബൗളിലാക്കാം. ഇതൊന്ന് ഫുൾ ഒരു ബൗളിലാക്കാം. എന്നിട്ട് കുറച്ച് മ്യൂസെല്ലി ഇട്ടിട്ട് ഡിന്നർ അത് മാത്രം മതി ആക്ച്വലി. പക്ഷെ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഓഫ് സാധാ തേയില കഴിക്കുകയാണ് ശരിക്കും കുറച്ചും കൂടി ഹെൽത്തി. പക്ഷെ ഇതാകുമ്പോൾ ആക്ച്വലി ഗ്രീക്ക് യോഗട്ട് ആണ് ഹെൽത്തി. അല്ല സാധാ തേയില നമ്മൾ കഴിക്കാം ഫ്ലേവറിനെക്കാട്ടിലും സാധാ തേയില ആകുമ്പോൾ വളരെ പ്യുവർ അല്ലേ. പക്ഷെ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ, ഒന്ന് കഴിച്ചിട്ട് പറയുന്നുണ്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എത്ര ദിവസം ട്രൈ ചെയ്തു, ഇപ്പോൾ കുറച്ച് ദിവസമായി ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ മിത്തുക്കുട്ടീനെ ക്ലാസ്സിലാക്കിയിട്ട് 6 to 8 എന്തായാലും വേറെ പണിയൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു തെണ്ടി തിരിഞ്ഞ് ഇവിടെ നടക്കാമെന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ പരിപാടി? എന്തെങ്കിലും ഒന്ന് ഒരു ചായ കുടിച്ചില്ല. ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ പാലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ എന്തെങ്കിലും ഒന്ന് കുറച്ചും കണ്ടൊക്കെ ഇരിക്കാം. ഭയങ്കര വൈബാണ്. മഴയായ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മഴ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഇവിടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ കൊല്ലം ഇത് കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കും. പക്ഷേ എന്നാലും നമ്മുടെ കാർഗിളിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മഴ. വാട്ടർഫോൾസും ഈ പാർക്കും ഈ ഒരു ആംബിയൻസും ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങനെ നടക്കാൻ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ മഴയില്ല, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ട്. നല്ല തണുപ്പും, വീട്ടിലാണെങ്കിലും ഇത് ഫാനൊന്നും ഇടണ്ട, നല്ല കാറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ല രസമല്ലേ. അപ്പം ഞാനും രമേശേട്ടനും കൂടെ ഒരു ചെറിയ ഡേറ്റ് അല്ലേ, ഇറങ്ങിയ തല്ലിക്കൊല്ലും. 2 മണിക്കൂർ മാത്രം കിട്ടുന്ന ഒരു കുഞ്ഞു ഡേറ്റ്. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് അല്ലേ, നമുക്കൊരു ട്രിപ്പ് പോകണം. ഒരു ട്രിപ്പ്. അയ്യോ അതിനൊരു തീരുമാനമായി. ഇന്നത്തെ 2 മണിക്കൂർ ഡേറ്റ് ഈ അമ്പർല വരേക്ക് പോകും. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കഴിച്ച് ചായ കുടിക്കാൻ പോലത്തെയാണ് തോന്നണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ല ഈ റെയിനി സീസൺ ആണ് ഏറ്റവും രസം അല്ലേ. ക്ലൈമറ്റ് നല്ല തന്നെ അടിപൊളിയാണ്. നടക്കാൻ പക്ഷേ ഈ ഒരു ഏരിയ നല്ല രസമാണ്. വാട്ടർഫോൾസ് നമുക്ക് പോയിട്ട് കുറച്ച് വാട്ടർഫോൾ കണ്ടുപിടിച്ച് ഇവരെ വെറുപ്പിച്ചാലോ. നമുക്ക് എല്ലാ കൊല്ലം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഈ വാട്ടർഫോള് വേണമെങ്കിൽ കൂടെ കളിക്കാതെ. നാട്ടിലാണെന്നുവെച്ചാല് മറ്റേ ചക്കി മാങ്ങി അല്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചക്കി മാങ്ങി നമ്മുടെ വേങ്ങശ്ശേരിക്കാവും അവിടുത്തെ സിനിമാ കഥ. ബോംബെയിൽ വന്ന വെള്ളച്ചാട്ടം. നിങ്ങൾ ഈ വെള്ളച്ചാട്ടം പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിത് ദിവസം കാണുന്നോണ്ട് നമുക്കിതൊരു വിലയില്ല. പക്ഷെ ഒരുപാട് പേരുണ്ടാവും വാട്ടർഫോൾസ് ഒക്കെ ഡെയിലി. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ വീട്ടിൽ നിന്ന് നടന്നു പോയി വാട്ടർഫോൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് നോക്കിയാൽ നല്ല വാട്ടർഫോൾ കാണാം. പറമ്പിലേക്ക് നോക്കി ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നതാണോ. പക്ഷെ മലയിൽ കൂടെ ഇങ്ങനെ വരിക എന്നുള്ളതൊക്കെ രസമല്ലേ. അപ്പൊ നമുക്കിപ്പോ അതിന്റെ വില ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി അല്ലെങ്കിൽ സെറ്റിൽ ആകുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ വാട്ടർഫോൾസ് ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അത് നമുക്ക് വേറൊരു ദിവസം വെറുപ്പിക്കാം അല്ലേ. ദിവസം കിടക്കുന്നുണ്ടല്ലോ. ദിവസം കിടക്കണ്ടേ. എന്തായാലും ഞങ്ങളൊരു ലോണാവാല ട്രിപ്പ് പ്ലാൻ ചെയ്തു. അല്ല ഇപ്രാവശ്യം ലോണാവാല ആക്കണ്ടത്. ഇവരാരും കാണാതെ വെച്ച് പോകും ചിലപ്പോ. കാരണം നമ്മളെക്കാൾ തന്നെ ലോണാവാല ഇവർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മാത്രേനും പോയാലോ എന്നാ. മാത്രേനും അടിപൊളി സ്ഥലമാട്ടോ. ഞങ്ങൾ പോയതാണ് പക്ഷെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ വ്ളോഗിനൊക്കെ മുന്നേ പോയതാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അല്ല ടോയ് ട്രെയിനിൽ പോയാൽ മതി. പക്ഷേ വന്നിട്ടുണ്ടല്ലോ രണ്ടാമത്. പക്ഷെ അവിടെ നടക്കുമ്പോഴാണോ അതിന്റെ ഭംഗി. പക്ഷെ അത്ര ഭംഗി വേണ്ട, അതൊരു സുഖമില്ലാത്ത നടത്താണ്. പഴയ കുതിരയൊക്കെ ഉണ്ടാവും. അത് വേണ്ട. ആക്ച്വലി ഞാനൊരു പൂർണ്ണ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. കാരണം പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ലൊരു കഫേയിലൊക്കെ പോകുമ്പോൾ ഒരു നല്ല വീഡിയോ എടുക്കാൻ പോലും നല്ലൊരു ഇതില്ല. വല്ല ഒരു ടോപ്പും പാൻറ്റൊക്കെ ഇട്ട് വന്നാൽ തീരുന്നല്ലേ. എപ്പോഴും അങ്ങനെയാണ് ഇറങ്ങുമ്പോൾ. ഹായ് നല്ല കാറ്റ്. അത് പറയാൻ വയ്യ. 2 ദിവസമായി. 2 ദിവസം എന്നല്ല, കുറച്ച് ദിവസമായി. അതെന്താ വെച്ചാൽ നമ്മള് മേലേക്ക് പോകുമ്പോഴേക്കും 6th 7th 10th 15th 20th 45th ഫ്ലോറിലുള്ളവരൊക്കെ ആൾക്കാരൊക്കെ പറന്ന് നടക്കും. ചിലപ്പോൾ സ്പേസിൽ പറന്ന് നടക്കുന്ന പോലെ. നമ്മുടെ വീട്ടിലെ സാരങ്ങളൊന്നും ബാൽക്കണി ജസ്റ്റ് ഒരു തരി തുറക്കാനേ പറ്റുള്ളൂ.
അത് തുറന്നു വെക്കുമ്പോൾ തന്നെ എല്ലാം അത്ര കാറ്റ്. പിന്നെ ഒരു ശബ്ദമുണ്ട്, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ എന്നെ രാത്രി കിടന്നുറങ്ങാണെങ്കിലേ ദൈവമേ പ്രേതപാതുള്ള വീടാണ് എന്നുള്ള ശബ്ദം ഉണ്ടാവും കാറ്റിൻ്റെ. ശരിക്കും വിട്ടിട്ട് ഓടും, കാരണം അത്ര കാറ്റാണ്. അത് മേലേക്ക് പോകുന്തോറും ആ കാറ്റിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ മാറും. ആഹാ, ഫിറ്റ്നസ്സാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം, ഒരു സ്ഥലത്ത് ഫിറ്റ്നസ്. നന്നാവാൻ സമ്മതിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ കുറേ കഫേസ് കാണുന്നുണ്ട്. അപ്പോൾ എവിടെ പോകണമെന്ന് കൺഫ്യൂഷനായി അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല. ഓരോ സ്ഥലത്ത് പുതിയ സ്ഥലത്ത് നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നല്ല രസമാണല്ലോ എന്ന് വിചാരിച്ചു. നല്ല ആംബിയൻസ് കേട്ടോ, പുറത്തിങ്ങനെ മഴയും ഇവിടെ ഇങ്ങനെ കോഫിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനാണെങ്കിൽ ഒരു 4 ദിവസമായിട്ടുള്ള കഷ്ടി മുഷ്ടി ഒന്ന് ഡയറ്റ് തുടങ്ങിയിട്ടെ, അപ്പോൾ പിന്നെ കൊണ്ടേ കുളമാക്കണ്ടല്ലോ വിചാരിച്ചു. എന്നാൽ അതിൽ ഹെൽത്തി ആയിട്ടുള്ളത് ഹോട്ട് ചോക്ലേറ്റ് മാത്രമാണ്, ഷുഗറൊന്നും ആഡ് ചെയ്തത്. പിന്നെ അവക്കാഡോ ടോസ്റ്റും, അത് രണ്ടും ഓർഡർ ചെയ്തു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഡയറ്റ് ചെയ്യാൻ എന്താ കുഴപ്പമില്ലേ, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇങ്ങനത്തെ സാധനമൊക്കെ വീട്ടിലുണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ജസ്റ്റ് പുറത്തിറങ്ങി മിത്തുക്കുട്ടീനെ കൊണ്ടുവരാനുള്ള സമയമായേ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഇസ്കോൺ ടെമ്പിൾ. നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ കാർ പാർക്കിങ്ങിന് പോലും സ്ഥലമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ എത്രയോ മണിക്കൂർ ക്യൂ നിൽക്കണം എന്നാണ് പറയണത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ മഴ പെയ്തു. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പണ്ട് എപ്പോഴും പോയിരുന്നതാ ഇതിങ്ങനെ ആവണേൻ്റെ മുന്നേ. അപ്പോൾ അപ്പോഴൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോയി വരായിരുന്നു. ഇതാണ് കാർഗറിലെ ഇസ്കോൺ ടെമ്പിൾ. അപ്പോൾ മുംബൈയിലുള്ള ആർക്കെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നവി മുംബൈയിലെ കാർഗറിലെ ഇസ്കോൺ ടെമ്പിളിൽ ഒന്ന് വരാം. കാരണം നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിലൊക്കെ അതാട്ടോ, അത്യാവശ്യം നല്ല വലുതാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വ്ളോഗ് കാണിച്ചിട്ടുണ്ടല്ലോ ഉള്ളിൽ പോയിട്ടുള്ളത്. എനിക്ക് വെള്ളച്ചാട്ടം കാണിക്കാൻ നിർത്തിയില്ലേ സ്വപ്പം. അതാ അവിടെയാണ് വെള്ളച്ചാട്ടം തൽക്കാലം പറയാം. നമ്മൾ പണ്ട് ഒരു ട്രക്കിങ് പോലെ പോയിരുന്നു, അതാണ് ആ മല. പക്ഷെ ഈ മഴക്കാലത്ത് പോണത് റിസ്ക് ആണ്, കാരണം പാമ്പ് ഉണ്ടാവും. പിന്നെ നല്ല വാട്ടർഫോൾ എന്നാണെങ്കിൽ അങ്ങോട്ട് ഇത് തുടങ്ങി മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റില്ല പോലീസ്, കാരണം ഭയങ്കര ഡേഞ്ചർ, അത്രയും വാട്ടർഫോൾസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കയറാം. അയ്യോ എനിക്ക് പോടാ. അങ്ങനെ മിത്തുക്കുട്ടിയുടെ ആർട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അവൾക്ക് റെയിൻ കോട്ട് വാങ്ങണം, മഴയായ കാരണം റെയിൻ കോട്ടാണ് അലൗ ചെയ്യുള്ളൂ. അവർ കുട ഉള്ളിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിചാരിക്കും കുട കൊണ്ടായ പോരെ, കുടയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ റെയിൻ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നേ 2 കൊല്ലം മുന്നെയാണ് ഒരു റെയിൻ കോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, എനിക്ക് എന്താ പറയുക, ഈ മിത്തു വലുതാവും തോറും നമ്മുടെ മനസ്സിൽ കുഞ്ഞേ കുട്ടി. അപ്പം ഞാൻ ഡിസ്നി പ്രിൻസസിൻ്റെ റെയിൻ കോട്ടാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വാങ്ങിക്കൊടുത്തത്. അത് വലുത് വാങ്ങി. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിലൊക്കെ അവൾ ഇട്ട് 8th ആയപ്പോൾ അവൾ പറഞ്ഞു അമ്മയുടെ ഒരു റെയിൻ കോട്ട് അമ്മ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ വെച്ചാൽ. ഒരു കൊല്ലം മുഴുവൻ അവളുടെ റെയിൻ കോട്ട്, കാരണം അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചല്ലേ. കഴിഞ്ഞ വർഷം മുഴുവൻ അവളുടെ റെയിൻ കോട്ടില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ പോകുന്ന സമയത്ത് കൊടക്കി. അപ്പോൾ ഇപ്രാവശ്യം അവൾ പറഞ്ഞു പറ്റില്ല, എനിക്ക് റെയിൻ കോട്ട് വേണം. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ കുട്ടികൾ ഇപ്പോഴും ഡിസ്നിയും ഈ മിക്കി മൗസൊക്കെ ഇട്ട് നടക്കണ പോലെയാണ്. പക്ഷേ വിത്തുകുട്ടി പറയും അയ്യോ അമ്മ എൻ്റെ നാണം കെടുത്ത് ഇത്ര കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ വലുതാവണം നമുക്കറിയില്ല. അവർ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ കുഞ്ഞു വാവയാണെന്നാണ് നമ്മുടെ ഒരു മനസ്സിൽ. അതേപോലെ അവളങ്ങനെ സ്ക്രഞ്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഞാൻ നോക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ ഹെയർ ബോസ് ആട്ടോ. കാരണം എനിക്കിപ്പോഴും മിത്തുകുട്ടി, എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് മിത്തുവിൻ്റെ ഇത് വാങ്ങിക്കൊടുത്തത് കണ്ടോ. ഇങ്ങനത്തെയൊക്കെ ഹെയർ ബോസൊക്കെ എനിക്കറിയാം. ഈ പ്രായത്തിലൊക്കെ അത് വെച്ച് നടന്ന അവളുടെ ഒരു അവസ്ഥ എന്താവും എന്നുള്ളത് ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ട്. പക്ഷെ എന്നാലും എനിക്കിതിങ്ങനെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. പക്ഷെ ഞാനിപ്പോൾ വാങ്ങാറില്ല, അത് വേറെ കാര്യം. രംഷേട്ടനും അങ്ങനെ തന്നെ കേട്ടോ. രംഷേട്ടൻ ഏതൊരു ബോക്സ്, മിത്തുവിൻ്റെ സ്കൂളിലത്തെ ബോക്സ് ഇതുപോലെ ഫ്രാൻസിലോ തായ്ലൻഡിലേറ്റോ പോയി വരുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു മക്കൾക്കുള്ള ബോക്സ്. അപ്പോൾ മിത്തു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യുമോ, ദയവ് ചെയ്ത് എനിക്കൊരു സാധനം വാങ്ങിത്തരരുത്, ഞാൻ തന്നെ വാങ്ങിക്കോളാം. കാരണം ഒക്കെ ഞങ്ങൾ ഈ കുഞ്ഞു മക്കൾക്കുള്ള സാധനമാണ് ഇപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിതേ ഈ ഒരു തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഫുൾ യൂത്ത് ഇവിടെയാണ് കേട്ടോ. 7-Eleven എന്ന് പറയുമ്പോൾ തന്നെ തായ്ലൻഡാണ് ഓർമ്മ വരിക. കാരണം തായ്ലൻഡിൽ പോയിട്ട് 7-Eleven അങ്ങോട്ട് മടുത്ത് അവസാനത്തൊക്കെ ദിവസം വിളിക്കേണ്ട വെറുത്തു പോയി എന്നറിയില്ലേ. മുംബൈയിലുണ്ട് കേട്ടോ, കാർഗറിൽ ഒരുപാട് അങ്ങനെ 3-4 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും എത്രയായാലും നമുക്ക് മിത്തുക്കുട്ടീനെ കൊണ്ടുപോകാൻ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ വീട്ടിലേക്ക് വരുമ്പോൾ. വീട്ടിലാണെങ്കിൽ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. എന്നാലും മിത്തുക്കുട്ടീനെ കൊണ്ടുപോകാതെ നമ്മൾ എങ്ങോട്ടും പോകാറില്ല. നമ്മൾ എന്ത് കഴിച്ചാലും നമ്മൾ മിത്തുവിനായിട്ട് പിന്നെയും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിത്തു കുറേ കാലമായി ആഗ്രഹിച്ച ഈ ഒരു സംഭവം വാങ്ങിച്ചു. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള എന്തോ നൂഡിൽസാണ് അത്ര. അപ്പോൾ നൂഡിൽസ് നമ്മൾ പൊതുവേ നമ്മുടെ
വീട്ടിൽ അങ്ങനെ അലൗ ചെയ്യാത്ത സാധനമാണ്. അത്രയും വയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നൂഡിൽസ് പുറത്ത് പോയാലും അങ്ങനെ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പം മിത്തു ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ കുട്ടികളുടെ ആഗ്രഹമല്ലേ, എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ സംഭവങ്ങൾ ടി വിയിലൊക്കെ കാണണമല്ലേ എന്ന് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവൾക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കില്ല എന്നുള്ളത്. എന്നാലും കുട്ടികൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ 7-Eleven ആക്ച്വലി തായ്ലൻഡിൻ്റെ ആ ഒരു വെറൈറ്റിയുടെ ഒരു 10% ഒക്കെ തന്നെയാണ് ഇവിടെ വരുള്ളൂ. അവിടെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ എന്താ വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ, ഫുഡ് മാത്രമല്ല എല്ലാതും കിട്ടും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് അധികം പോകാൻ പറ്റും. കാരണം അത്ര വിലയും കാര്യങ്ങളൊന്നുമില്ല. നല്ല പോപ്കോൺ, സ്നാക്സ്, ബർഗർ, പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനിയും. അപ്പോൾ യൂത്ത് മുഴുവൻ ഇവിടെ ആയിരിക്കും. ഈ പിള്ളേരെ വലിയ ആൾക്കാർ നമ്മുടെ ഏജിലുള്ള ഒരാളെ ഇവിടെ കാണില്ല, ഫുൾ യൂത്ത് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ തായ്ലൻഡിലാണെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചസും പൈ കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഒട്ടും മോശമില്ല, അത്യാവശ്യം നല്ല. പക്ഷേ തായ്ലൻഡുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര അടിപൊളിയൊന്നല്ല. കണ്ടോ ഫുൾ പിള്ളേരാണ്. അപ്പം മിത്തു എരിഞ്ഞ് തുള്ളി ഇതേ സോഫ്റ്റി വാങ്ങി ഇനി ഒരിക്കലും ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മുടെ അതേ പാനിപ്പൂരിയുടെ അവിടെ ഉള്ളൊരു തിരക്ക് നോക്കിക്കേ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളിതാ രാത്രി ഒരു നേരമായിട്ടോ വീട്ടിലേക്ക് തിരിക്കുകയാണ്. കുറേ നേരമായി ഇറങ്ങിയിട്ട്. അങ്ങനെ വീക്കെൻഡ് ആയിട്ട് സിനിമ കാണാൻ എപ്പോഴും നമ്മളെ പോലെ തന്നെ വീക്കെൻഡ് സിനിമയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അല്ലേ മിത്തോ? അയ്യോ ഭയങ്കര നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു നല്ല കുറേ കാലത്തിന് ശേഷമല്ല കേട്ടോ, ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ട സിനിമയും ഒന്നിനൊന്ന് മെച്ചാണ്. അതിൽ ഒന്ന് ആലപ്പുഴ ജിംഖാന നമ്മൾ OTT വന്നിട്ടാണ് കണ്ടത്. അത് കിടിലൻ പടം പറഞ്ഞാൽ ഫുൾ ടൈം പാസ്, നല്ല രസമുള്ള പടം. പിന്നെ പടക്കളം, അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടക്കളം ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഇന്ന് കണ്ടത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അയ്യോ ഭയങ്കര സൈന പ്ലേയില് അല്ലേ, അതിലാണ് കേട്ടോ. മറ്റേതൊക്കെ പിന്നെ ആ ഒരു ഇതിൽ തന്നെയാണ്. ഹോട്ട്സ്റ്റാർ ആണോ ഏതാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, അത് മിത്തുവിനെ അറിയുള്ളൂ. പക്ഷെ ഈ സിനിമ ശരിക്കും കുട്ടികളുടെ നമ്മളെ പഴയ സ്കൂളിലേക്ക് കൊണ്ടുപോയി. നല്ല മോട്ടിവേഷൻ ഉണ്ട്, കുട്ടികളുടെ ഇന്നസെൻസും, നല്ല രസമുള്ളൊരു സിനിമ. മിത്തുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് നമ്മൾ പണ്ടത്തെ കാലത്ത് പോയ പോലെ ഒരു മനസ്സ് നിറങ്ങിയ ഒരു സിനിമ അല്ലേ. കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുട്ടികൾ മാത്രം, സർക്കാർ സ്കൂളും ഭയങ്കര രസമായോ കാണുമ്പോൾ തന്നെ. ഭയങ്കര കുട്ടികളൊക്കെ തക്കട് കുട്ടികൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയമായിട്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കാണേണ്ട സിനിമ കേട്ടോ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എന്ത് രസകരത്തെ സിനിമയൊക്കെ, നല്ല റേറ്റിംഗും ഉണ്ട് അല്ലേ സിനിമയ്ക്ക്, ഭയങ്കര റേറ്റിംഗും ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. പടക്കളം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആലപ്പുഴ ജിംഖാനൊക്കെ നാട്ടിലെല്ലാവരും തിയേറ്ററിൽ കണ്ട പടമായിരിക്കും. എന്താ രസപ്പോ നമ്മുടെ ഇപ്പൊ എൻ്റെ ഓഫീസിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഫീസിൽ എല്ലാവരും മലയാള സിനിമ OTT വരാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം ഹിന്ദിയിലൊന്നും കാണില്ല, തമിഴിലും ഒന്നുമില്ല. അപ്പൊ ഏത് സ്റ്റേറ്റിലുള്ള ആൾക്കാരും എന്നോട് ചോദിക്കും ഏതാ വല്ല മലയാള സിനിമയുണ്ടോന്ന്. മലയാളികളല്ല ഇവിടെ ഉള്ളവര്, അവർക്ക് ഡബിയിൽ കാണാം. അവര് സന്തോഷത്തോളം അവർ പറയണത് ഇത്ര ക്വാളിറ്റിയില് ഇത്ര നല്ല സിനിമകൾ വേറൊരു ഭാഷയിലും ഇറങ്ങണില്ല. ക്രൈം ഫയൽ വന്നു. അത് ആക്ച്വലി എന്താ ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി വലിയ വർത്താനം പറയാത്ത. അതെന്താ വെച്ചാൽ ഞാൻ ഒട്ടും അത് ഇന്നലെ കണ്ട ഒട്ടും ഉറങ്ങാത്ത ദിവസമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു. ഞാൻ 10 മിനിറ്റ് നല്ല ഗ്രിപ്പിംഗ് കേട്ടോ, നല്ല ഗ്രിപ്പിംഗ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇന്ദ്രൻസിന്റെ ഒക്കെ അഭിനയം അടിപൊളിയുണ്ട്. അത് പക്ഷെ വെബ് സീരീസ് പോലെ സീരീസ് ആണ്. അത് ഹോട്ട്സ്റ്റാറിലെ പക്ഷെ ഞാൻ ഫുള്ള് കണ്ടില്ല, ഒരു ദിവസം ഇരുന്ന് കാണും. ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കുറേ നല്ല പടങ്ങൾ ഇപ്പോൾ അടുത്തിങ്ങനെ വന്ന് കണ്ടതിൽ ഭയങ്കര രസം. OTT കുറേ എല്ലാ ആഴ്ച ഇങ്ങനെ പുതിയ പടം ഇങ്ങനെ ഇറങ്ങാനൊരു കാത്തിരിക്കുന്ന പോലെ. ഇങ്ങനത്തെ സിനിമകളൊക്കെ ശരിക്കും തിയേറ്ററിന് വേണ്ടി ഇറക്കിയില്ലെങ്കിലും ഇങ്ങനെ OTT വേണ്ടി ഇറക്കിക്കൂടെ എന്ന് തോന്നും. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി അല്ലേ ശ്രീകുട്ടനൊക്കെ പോലത്തെ ഇങ്ങനെ ഭയങ്കര മനസ്സ് നിറങ്ങിയിരുന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമകളൊക്കെ ഇറക്കിക്കൂടെ. ഒരു സിനിമ ഉണ്ടല്ലേ 2 കുട്ടികളുടെ, അത് കണ്ണേട്ട കളിച്ചിട്ട് പല്ലോട്ടി. അത് ഭയങ്കര നല്ല സിനിമയായിരുന്നു. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ അത്. പല്ലോട്ടി കണ്ണേട്ട കളിച്ചിട്ടൊരു സിനിമ. അത് അങ്ങനത്തെ സിനിമയാണ് ഒരു ഭയങ്കര ഒരു മനസ്സിങ്ങനെ നിറയണ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകൾ എന്തായാലും മലയാള സിനിമ ആയതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉള്ള സിനിമകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറേ കോമഡി പടങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ഉറക്കം വന്നതിൻ്റെ വായ ഇങ്ങനെ ഹായ് നാകണം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ബൈ.